നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കിയ റൂട്ട് റാഷണലൈസേഷൻ പദ്ധതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കും. യാത്രക്കാർ കുറവുള്ള സർവീസുകൾ ഒഴിവാക്കി തിരക്കേറിയ സമയത്ത് കൂടുതൽ സർവീസുകൾ നടത്തുമെന്നതാണ് റൂട്ട് റാഷണലൈസേഷൻ. ഇതോടൊപ്പം കട്ടപ്പുറത്തുള്ള ബസ്സുകൾ കൂടി നിരത്തിലിറക്കും. റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതോടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം 3,29,831 രൂപ ഡീസൽ ഇനത്തിൽ ലാഭിക്കുവാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ. എല്ലാ ജില്ലകളിലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം 40 മുതൽ 50 ലക്ഷം വരെ ഡീസലിൽ ലാഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കുന്നത്. കൊല്ലത്താണ് അടുത്തത് നടപ്പിലാക്കുക. ഗതാഗത വകുപ്പ് മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷം തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരുമായും KSRTC മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഓപ്പറേഷൻസ് എന്നിവരുമായി നടത്തിയ യോഗങ്ങളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. 20 ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി. ഷെഡ്യൂൾ റീ അറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ്. ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിനുള്ള ലാഭം മാത്രമാണ്. 1998.40 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്ററായി പരിശോധനയിൽ കണ്ടെത്തിയത്. ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കുന്നതിലൂടെ 2,903.50 ലിറ്റർ ഡീസൽ ജില്ലയിൽ മാത്രം KSRTCക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. 836 വണ്ടികൾ ഷെഡിൽ കിടക്കുകയാണ്. അതിൽ 80 വണ്ടി ഉടനെ തന്നെ പണിയെല്ലാം തീർത്ത് ഇറക്കും. 836 വണ്ടികളും സർവീസ് തുടങ്ങുന്നതോടെ കളക്ഷനും വർദ്ധിക്കുമെന്നും KB ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പക്ഷം. ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി. ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയതും. ബിജു പ്രഭാകർ ആദ്യം ഈ സമയത്ത് നിർദ്ദേശം വെച്ച സമയത്ത് വിദേശത്തായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് അന്ന് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം തനിക്ക് കിട്ടും മുൻപേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരെ ശകാരിച്ചിരുന്നു. ഇതിനു പുറമെ മന്ത്രി വിശദീകരണവും തേടി. CPM ഇടപെട്ടതിനാൽ ഈ ബസ്സിൽ കരുതലോടെയാണ് ഗണേഷ് കുമാർ നീങ്ങുന്നത്. സിറ്റി സർക്കുലറിന്റെ 10 രൂപ ടിക്കറ്റ് എന്നത് അടിസ്ഥാന ചാർജാക്കി ഫെയർ സ്റ്റേജ് കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ട്. ഇലക്ട്രിക് ബസ് ഇനി വേണ്ട എന്ന് മന്ത്രി നിലപാടെടുത്തതോടെ 45 ഇലക്ട്രിക് ബസ്സുകളിലെ ടെൻഡർ വിളിക്കുന്നത് KSRTC മരവിപ്പിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കാൻ തന്നെയാണ് ഗണേഷിന്റെ നീക്കം. RTCയെ രക്ഷിക്കാൻ ഗണേഷ് കുമാറിനെ വിളിക്കൂ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ വ്യാപകമായിരുന്നു. രാജിവരെ പിണക്കാനോ പിണറായി തയ്യാറല്ല. KSRTC സ്വിഫ്റ്റിൽ കോടികളുടെ പർച്ചേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് കോടികൾ മറയുന്നുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഗണേഷ് കുമാർ വന്നാൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ കച്ചവടം പറ്റില്ല. ആനവണ്ടിയെ സർക്കാർ തൊഴുത്തിൽ കെട്ടാനായിരുന്നു പദ്ധതി. ഇതിനാണ് ഗണേഷ് ഇപ്പോൾ വലിയ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത്.